ഉയരം കൂടിയ തെങ്ങിനും പനയ്ക്കുമൊക്കെയാണല്ലോ സാധാരണ ഇടിവെട്ടാറ്. മണ്ടയ്ക്ക് ഇടിവെട്ടിയാൽ പിന്നെ അതിന്റെ കഥ കഴിഞ്ഞു. അതുപോലെ തന്നെ വേരുണങ്ങുകയോ അഴുകുകയോ ഒക്കെ ചെയ്താൽ ഏത് മരത്തിന്റെയും സസ്യത്തിന്റെയും ജീവൻ തീരും. പിന്നെ അതിന് വെള്ളമൊഴിക്കുന്നതും വളമിടുന്നതും നാറാണത്ത് ഭ്രാന്തന്റെ കല്ലുരുട്ടൽ പോലൊരു പാഴ്വേലയാണ്. അത്തരം മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യും. വിവരമുള്ളവർ അത് വെച്ചുകൊണ്ടിരിക്കില്ല. ഫലം തരാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിലിടപ്പെടുമെന്ന് യേശു പറഞ്ഞത് മരങ്ങളെ മാത്രം ഉദ്ദേശിച്ചല്ല. കായില്ലാത്ത അത്തിമരത്തെ ശപിച്ചതും പ്രതീകാത്മകമാണ്. നന്മയില്ലാത്ത മനുഷ്യരെ കുറിച്ചാണത്. വൃക്ഷം മനുഷ്യരും, ഫലം മനുഷ്യരുടെ സ്നേഹം, നീതി, കരുണ തുടങ്ങിയ സൽപ്രവൃത്തികളുമാണ്. ഫലം പുറപ്പെടുവിക്കാത്ത മരങ്ങൾ തീയിലിടുമെന്ന് പറയുന്നത് അത്തരക്കാരെ കാത്തിരിക്കുന്ന ആത്മീയ നാശത്തിന്റെ സൂചനയാണ്. ബൈബിളിൽ ആ സംഭവം ഇങ്ങനെയാണ് വിവരിക്കുന്നത്. അടുത്ത ദിവസം അവർ ബഥനിയായിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്ത് ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. മർക്കോസ് 11:12-14. അത്തിവൃക്ഷം ഇലകൾ കൊണ്ട് സമൃദ്ധമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് കാഴ്ചയ്ക്ക് ഗംഭീരമാണ്. അടുത്ത് ചെന്നപ്പോഴാണ് അതിൽ കായ്കളില്ലെന്ന് കാണുന്നത്. പുറമേ കാണുന്നതല്ല ചില മനുഷ്യരെന്നാണ് സൂചന. അകമേ സത്യവും സ്നേഹവും നീതിയും ഉണ്ടാകണമെന്നില്ല. ഇതിനെയാണ് യേശു വിമർശിക്കുന്നത്. പിറ്റേന്ന് യേശുവും ശിഷ്യരും മടങ്ങി വരുമ്പോൾ ആ അത്തിവൃക്ഷം ഉണങ്ങിയതായി ശിഷ്യന്മാർ കാണുന്നു. ഫലം തരാത്ത വൃക്ഷങ്ങൾ വെട്ടി തീയിലിടപ്പെടുമെന്നത് നന്മയുള്ളവരായി ജീവിക്കാനുള്ള ശക്തമായൊരു ആത്മീയ സന്ദേശമാണ്. സൽപ്രവൃത്തികളാണ് മനുഷ്യർക്ക് പുറപ്പെടുവിക്കാവുന്ന ഫലങ്ങൾ. ഫലം പുറപ്പെടുവിക്കുന്നില്ല എന്ന് മാത്രമല്ല, വിഷവായു പരത്തുകയും കൂടി ചെയ്താലോ? എല്ലാ മനുഷ്യരെയും ഉദ്ദേശിച്ചാണ് യേശു ഈ ഉപമ പറഞ്ഞിരിക്കുന്നത് എന്നതിനാൽ നാം ആരും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പ്രത്യേകമായി പരിപാലിച്ച് പോഷിപ്പിച്ച മരങ്ങൾ ഫലരഹിതവും വിനാശകരവുമായാൽ തീയിലെറിഞ്ഞേ പറ്റൂ. അത്തരം കുറെ മരങ്ങൾ സിറോ മലബാർ സഭയിലുണ്ട്. വിശ്വാസത്തിന്റെയും ആത്മീയതയുടെയും കരുണയുടെയും ഉത്തമ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പ്രത്യേക ചുമതലയുള്ള മെത്രാന്മാർ. അവർ പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കലഹം, ഭിന്നിപ്പ്, ശത്രുത, ഉതപ്പ്, അസ്വസ്ഥത, ഇടർച്ച, വിശ്വാസ തകർച്ച, ആത്മീയ പ്രതിസന്ധികൾ എന്നിങ്ങനെ ഗുരുതരമായ വിഷക്കായ്കൾ ഉണ്ടാക്കുന്നതിൽ അവർ മത്സരിക്കുകയാണ്. അവരുടെ വേറൊരു ഉൽപ്പന്നമുണ്ട്. ഗ്യാസിന്റെയും വിറകിന്റെയും ക്ഷാമമുള്ളപ്പോൾ തീ കത്തിക്കാൻ ഉപകാരപ്പെട്ടേക്കാവുന്ന ഒരു സാധനം അവർ മുടങ്ങാതെ നിർമ്മിക്കുന്നുണ്ട്. സർക്കുലർ. സിനഡിൽ കമാന്നൊരക്ഷരം മിണ്ടാത്ത ചില മെത്രാന്മാർ നാടായ നാടെല്ലാം ചുറ്റി പ്രസംഗം നടത്തി സോഷ്യൽ മീഡിയയിൽ താരമാകാൻ ശ്രമിക്കുന്നത് കാണാം. തോമസ് തറയിലാണ് അതിൽ ഒന്നാമൻ. കഴമ്പില്ലാത്ത ആവലാതികളും ആശങ്കകളും വില കുറഞ്ഞ തമാശകളും വിളമ്പി കയ്യടി മേടിക്കാനുള്ള ഒരു പാഴ്ശ്രമം കാണാം അയാളുടെ വാക്കുകളിൽ. നമ്മുടെ മെത്രാന്മാരിൽ 6-7 പ്രധാനികൾ അടുത്തിടെ ആരവമിട്ട് കളത്തിലിറങ്ങി. സഭയുടെ അടിത്തറ ഇളക്കുന്ന അട്ടിമറി പ്രശ്നങ്ങൾ ആളിക്കത്തി നിൽക്കുമ്പോൾ, വിശ്വാസ പ്രതിസന്ധി ഇവിടെ രൂക്ഷമായിരിക്കുമ്പോൾ, മൗനവ്രതം സൂക്ഷിച്ച മിണ്ടാമൂളികൾ ഒന്നാകെ വിദേശ ഫണ്ട് നിയന്ത്രണം വരുന്നു എന്ന് കേട്ടതോടെ ഒച്ച വെച്ചു തുടങ്ങി. എന്തെല്ലാം പേടികൾ, എന്തൊക്കെ ആശങ്കകൾ, എത്രയെത്ര വിവരക്കേടുകൾ. പൗരാവകാശ ലംഘനമെന്ന് പാമ്പ്ലാനി, സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ പോകുന്നേ എന്ന് കല്ലറങ്ങാട്ട്, സഭയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് റെമീജിയൂസ് ഇഞ്ചനാനിക്കൽ, ബിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ എന്ന് ആൻഡ്രൂസ് താഴത്ത്, കാരുണ്യ പ്രവർത്തനം ദേശവിരുദ്ധമല്ല എന്ന് തോമസ് തറയിൽ, ബില്ലിന്മേൽ പുനരാലോചന വേണമെന്ന് ക്ലീമീസ് ബാവ. എന്തൊരു കൂട്ടക്കരച്ചിൽ! സഭയുടെ ഇത്ര കടുത്ത പ്രതിസന്ധികളിലൊന്നും ഇവർക്ക് ആർക്കും ഒരു വേദനയില്ല, ഒരു വിഷമവുമില്ല, ഒരു വിലാപവുമില്ല. കാരുണ്യ പ്രവർത്തനം ദേശവിരുദ്ധമല്ല എന്ന് തോമസ് തറയിൽ പറയുമ്പോൾ കാരുണ്യ പ്രവർത്തനം ദേശവിരുദ്ധമാണ് എന്ന് ആരോ പറഞ്ഞതായി ഒരു ധ്വനിയുണ്ട്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുകയാണ്. ഈ FCRA ബില്ലിന്റെ പിന്നാമ്പുറത്ത് വല്ലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന പരിശോധന അല്ല ഞാൻ ചെയ്യുന്നത്. അതെന്തുമാകട്ടെ, അത് അതിന്റെ വഴിക്ക് പോകട്ടെ. എന്റെ ഖേദം അതല്ല. FCRAയെ പറ്റി ഇത്രയും ഒച്ച വെക്കുന്ന മെത്രാന്മാർക്ക് ഈ സാമ്പത്തിക കാരുണ്യ പ്രവർത്തന മേഖലയാണോ വലുത്, സഭയുടെ ആത്മീയ വിശ്വാസ പ്രതിസന്ധിയും തകർച്ചയുമാണോ വലുത് എന്നതാണ്. സിറോ മലബാർ സഭ ICUവിൽ വെന്റിലേറ്ററിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നെത്തി നോക്കാനോ ഒരു വാക്ക് മിണ്ടാനോ തോന്നാത്ത ഇവരുടെ പണകാരുണ്യ നൊമ്പരം കണ്ടിട്ട് സഹിക്കുന്നില്ല. സഭ പറഞ്ഞ ആരാധനക്രമം നടപ്പാക്കിയേ പറ്റൂ എന്ന് അപേക്ഷിച്ചുകൊണ്ട് 85 ദിവസം കത്തീഡ്രൽ ബസിലിക്കയിൽ ഉപവാസം നടത്തിയ സത്യവിശ്വാസികളെ ആട്ടിപ്പായിക്കാൻ കേസിന് പോയ പാമ്പ്ലാനി എന്ന സഭാ വഞ്ചകനൊപ്പം
ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കള്ള ബിഷപ്പുമാർ, ദുഃഖ വെള്ളിയാഴ്ച പരിഹാര പ്രദക്ഷിണമായി എത്തിയ സഭയുടെ പോരാളികൾക്കെതിരെ പോലീസിനെയും താഴും ചങ്ങലയും ഇട്ട് പൂട്ടിയ ഗേറ്റുമായി വരവേറ്റ, ഒരു ഗ്ലാസ് വെള്ളം പോലും തരാൻ മനസ്സ് കാണിക്കാത്ത, എല്ലാവർക്കും അര ഗ്ലാസ് സംഭാരം നൽകി ഒരു പുഞ്ചിരിയും കൊടുത്തു വിടാൻ മനസ്സ് കാണിക്കാത്ത മെത്രാൻ വഞ്ചകർ, ഇടിവെട്ടി മണ്ട പോയ തെങ്ങും വേരുണങ്ങിയ മരങ്ങളുമാണ്. ഇവരെ വെട്ടി തീയിലിടാൻ കർത്താവ് വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കാതെ ഇനി സത്യവിശ്വാസികൾ പടക്കളത്തിൽ ഇറങ്ങിയേ പറ്റൂ. ഇവർക്ക് തരാൻ പറ്റാത്തത്, നമുക്ക് അവകാശപ്പെട്ടത് ചോദിച്ചു മേടിച്ചേ പറ്റൂ, പിടിച്ചു വാങ്ങിയേ പറ്റൂ. ഇനി ഇവരുടെ കാരുണ്യം കാത്ത് ഇവരുടെ കാൽപ്പിടിയിൽ നാം നിൽക്കാൻ പാടില്ല. എറണാകുളത്തെ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ വിശ്വാസികൾ കാണിച്ച ആ ദാർഢ്യം, ആ പ്രതിഷേധം, ആ സമരം എല്ലാ ഇടവകയിലും ആരംഭിച്ചേ പറ്റൂ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എത്രയോ പുതിയ പള്ളികൾ അടുത്ത കാലത്ത് ഉയർന്നു, ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നു. സുന്ദരികളുടെ താലപ്പൊലിയും മുത്തുക്കുടയും ചെണ്ടമേളവും ഏറ്റുവാങ്ങി കുറച്ച് വെള്ളം തളിച്ച് പാമ്പ്ലാനിയും തട്ടിലും വെഞ്ചരിക്കുന്നു, മടങ്ങിപ്പോകുന്നു. കുർബാന ചൊല്ലാൻ അവർക്ക് വികാരിയുടെ അനുവാദമില്ല. മെത്രാന്മാർ ഇടവകകൾ സന്ദർശിക്കുമ്പോൾ ഏകീകൃത കുർബാന ചൊല്ലാൻ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന കൽപ്പന ഇറക്കിയ മെത്രാൻ പോലും ഒരു കുർബാന ചൊല്ലാൻ വികാരിയുടെ അനുവാദത്തിന് കാത്തു നിൽക്കുന്നതും അതിനു കഴിയാതെ വെള്ളം തെളിച്ച് മടങ്ങുന്നതും എത്ര ദയനീയമാണ്. മെത്രാന്മാരെ, അതിലും നല്ലത് മറ്റൊരു കാര്യമാണ്. അതങ്ങനെ തെളിച്ചു പറയാൻ കൊള്ളില്ല. മാനക്കേട് താങ്ങാനാകാതെ വരുമ്പോൾ ദുർബല മനസ്കർ ചെയ്യാറുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. പക്ഷെ അത് നിങ്ങൾ ചെയ്യില്ല. നിങ്ങൾ കാരിരുമ്പിന്റെ കാഠിന്യമുള്ള ജീവികളാണ്, ദുർബല മനസ്കരല്ല. ജനിക്കാതിരുന്നെങ്കിൽ നിനക്ക് എത്ര നന്നായിരുന്നു എന്ന് ഈശോ യൂദാസിനോട് പറഞ്ഞത്രയും വരില്ല വിശ്വാസികൾ നിങ്ങൾക്കായി പറയുന്ന വാക്കുകൾ. ഞങ്ങളുടെ മരട് ഇടവകയിലെ പുതിയ പള്ളിയുടെ വെഞ്ചരിപ്പ് നടക്കുകയാണ്. ഈ ഏപ്രിൽ 28-ന് പാമ്പ്ലാനിയാണ് വെഞ്ചരിക്കുന്നത്. പക്ഷേ കുർബാനയില്ല. കുർബാന ചൊല്ലാനുള്ള സ്ഥലമായ പള്ളിയുടെ ഉദ്ഘാടനം കുർബാന ഇല്ലാതെ നടത്തുന്നതിൽ യാതൊരു മനപ്രയാസവും തോന്നാത്ത ഇയാളൊക്കെ ഈ സഭയ്ക്ക് കടുത്ത നാണക്കേടാണ്. മണ്ടക്കിടി വെട്ടിയ തെങ്ങാണ്. എന്താണ് കുർബാന ചൊല്ലാത്തത്? ചൊല്ലിയാൽ അത് ഏകീകൃത കുർബാന ആയിരിക്കണം. അത് വികാരി സേവി പടിക്കപ്പറമ്പിൽ എന്ന ജനാഭിമുഖ തീവ്രവാദി സമ്മതിക്കില്ല. അത് നിർബന്ധമായി ഇവിടെ കിട്ടിയേ പറ്റൂ എന്ന് ഒച്ച വെക്കാൻ തൻ്റെ ഇടമുള്ള ആണുങ്ങളും ഇവിടെയില്ല. ഒരു 20 പേർ പ്രതിഷേധം അറിയിച്ച് കുർബാന തടസ്സപ്പെടുത്താൻ തയ്യാറായാൽ എല്ലാ ഇടവകയും നേരെയാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവർക്കും നല്ല കുട്ടി പ്രതിച്ഛായ നിലനിർത്തണം, കാര്യം നടക്കുകയും വേണം. ബസിലിക്കയിലെ വിശ്വാസ സമരം എല്ലാ ഇടവകക്കാർക്കും മാതൃകയാകേണ്ടതാണ്. വിശ്വാസികൾ ഉണർന്നാലേ ഈ സഭ ശക്തിപ്പെടൂ എന്ന് അഭിമന്യ സേവ്യർ കൂടപ്പഴയച്ചൻ പറഞ്ഞത് എത്രയോ ശരിയാണ്. യഥാർത്ഥത്തിൽ ഈ സഭയുടെ ദുരവസ്ഥയ്ക്ക് മെത്രാന്മാർ ഉത്തരവാദികളാണെങ്കിൽ അത്രയും തന്നെ ഉത്തരവാദികളാണ് വിശ്വാസത്തിന്റെ ഉറച്ച ബോധ്യമോ നിലപാടോ ഇല്ലാത്ത അല്പവിശ്വാസികൾ. ജനങ്ങൾക്ക് പുരോഹിതരോട് ബഹുമാനം കുറഞ്ഞു. ഇപ്പോൾ സെമിനാരിയിൽ ചേരാനും മഠത്തിൽ പോകാനും ആളില്ല എന്ന് പ്രസംഗം തൊഴിലാക്കിയ തോമസ് തറയിൽ കുറച്ചുനാൾ മുൻപ് വിലപിക്കുന്നത് കേട്ടു. ആ ബഹുമാനം നിങ്ങൾ തന്നെയാണ് കളഞ്ഞു കുളിച്ചതെന്ന് അറിയില്ല അല്ലേ തോമസ് തറയിൽ? വിശ്വാസികൾക്ക് ബഹുമാനം കുറഞ്ഞെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ വിശേഷമാണ്. സെമിനാരിയിലും മഠത്തിലും ആരും പോകാത്തത് ആ ജീവിതത്തിന്റെ കെട്ട നിറം കണ്ടിട്ടാണ്. പ്രിയപ്പെട്ടവരെ, സഭാവിരുദ്ധ നിലപാടുള്ള വൈദികർക്ക് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. അത് നിങ്ങൾ തെറ്റിന് കൂട്ടുനിൽക്കുകയാണ്. സഭയുടെ കുർബാന അർപ്പിക്കാതെ സഭ വിലക്കിയ കുർബാന ചൊല്ലാൻ വേണ്ടി പള്ളി പണിയുന്നതും അതിന് കൂട്ടുനിൽക്കുന്നതും തെറ്റാണ്. പള്ളി എന്നാൽ ഒരു കെട്ടിടമല്ല, അത് ആത്മീയ കുടുംബവും കൂട്ടായ്മയുമാണ്. ഇടവക ജനത്തെ മുഴുവൻ ചിതറിച്ചിട്ട് കെട്ടിടമുണ്ടാക്കുന്നതും കുടുംബ യൂണിറ്റ് എന്നൊരു നാടകം കളിക്കുന്നതും പാഴ്വേലയാണ്. ദൈവത്തെ അങ്ങനെയൊന്നും കളിപ്പിക്കാൻ പറ്റില്ല. സഭയിലും ദൈവത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സാത്താന്റെ പ്രവർത്തനങ്ങൾക്ക് ആരും കൂട്ടുനിൽക്കരുത്.